such a joy to be here in the midst of you after a long time. ദീർഘകാലത്തിന് ശേഷം നിങ്ങളുടെ മധ്യേ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ അതിയായ സന്തോഷം ഉണ്ട്. I wish I personally thank everybody for praying me when I went through times of trouble. കഷ്ടതയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയ വേളകളിലൊക്കെ എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I take these invitations whenever people invite me these days for the meeting. I accept it only for one reason. It's an opportunity for me to thank people who have prayed for me. ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ക്ഷണിക്കുന്ന ആളുകൾ അവിടെയൊക്കെ പോകാനായിട്ട് എനിക്ക് പ്രേരണ നൽകുന്ന പ്രധാന കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറയാൻ ഒരു അവസരമായി തീരുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. Today after this meeting I have to catch a bus at 9:30 at Tambanur. ഇന്ന് രാത്രിയിൽ യോഗം കഴിഞ്ഞ ശേഷം 9:30 മണിക്ക് തമ്പാനൂരിൽ നിന്നും യാത്ര തിരിക്കാൻ ഞാൻ ബസ്സിൽ കയറേണ്ടതാണ്. Tomorrow I have a program in my place. നാളെ ദിവസം എൻ്റെ സ്ഥലത്ത് തന്നെ എനിക്കൊരു കാര്യപരിപാടിയുണ്ട്. But because Pastor Moses invited me after a long time, I thought I should not refuse that. ദീർഘകാലത്തിന് ശേഷം പാസ്റ്റർ മോസസ് എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഈ യോഗം ഞാൻ ഒഴിവാക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. So I may not be able to spend time with you after the meeting. യോഗത്തിന് ശേഷം നിങ്ങളോട് ചേർന്ന് എനിക്ക് സമയം ചെലവിടാൻ ഉണ്ടായിരിക്കില്ല, എന്നോട് ക്ഷമിക്കണമേ. Please accept my thanks for praying for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളോടുള്ള നന്ദി നിങ്ങൾ ഹാർദവമായി സ്വീകരിക്കണമേ. Such a great joy to see a lot of people, especially Dr. Sarasam, who has been with me for many ministries in the past. അനേക വർഷങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Shall we bow down our head and pray? തലകളെ വണക്കി പ്രാർത്ഥിക്കാം. பேசும் ஜெபம் செய்யும் போது ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம் அருள்கா 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 பிரார்த்திக்கும் കർത്താവേ നീ നിന്റെ ദാസന് ദിവ്യ ഗീതം നീ കാണിക്കുക. പേസും പേസും பேசும் ஜெபம் செய்யும் போது ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம். Thank you, Lord. Thank you for your presence. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. Bless each and everyone who are gathered here. വന്നുകൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. As we meditate your words, let the Holy Spirit speak to us, encourage us, strengthen us, reinforce us, so that we may live a life pleasing to you. അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവാ ദൈവമേ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ, ഉത്തേജിപ്പിക്കണമേ, പ്രചോദനം നൽകണമേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. In Jesus' name we ask. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. I was actually wondering what subject I should be talking tonight. ഈ രാത്രിയിൽ ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. It's a missionary conference. ഇതൊരു മിഷണറി കോൺഫറൻസ് ആണ്. And I have been a missionary for the last many years. അനേക വർഷങ്ങളായി ഞാൻ ഒരു മിഷണറി ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. So it's easy for me to talk about missions. അതുകൊണ്ട് മിഷൻ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എനിക്ക് എളുപ്പമാണ്. And especially when I know the ministry that Pastor Moses and team doing among the prisoners, it's so tempting to talk and encourage them.
തടവുകാർക്കിടയിലുള്ള സുവിശേഷ പ്രവർത്തനം ചെയ്തു വരുന്ന പാസ്റ്റർ മോസിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് അവരോട് സമ്പാദിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എളുപ്പമാണ്. But as I prayed for this meeting, എന്നാൽ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ the Lord put me a burden in my heart to speak on a different subject. ഒരു വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തനം ചെയ്തു. I do not know how you feel that it is, fitting for the occasion. ഈ അവസരത്തിന് അതെന്തുമാത്രം യോജിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Many times I wonder, when we have so much lot of facilities and amenities to take the gospel to the world, ലോകത്തിലേക്ക് സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പല സന്ദർഭങ്ങളിലും പല സൗകര്യങ്ങളും പല സംവിധാനങ്ങളും ഉള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ why we are not making such progress? എന്തുകൊണ്ട് നാം അതിലൊക്കെ മുന്നേറുന്നില്ല? What's the problem in the church? സഭയിലുള്ള പ്രശ്നം എന്താകുന്നു? Churches, on the whole, you see churches are growing everywhere, spreading everywhere. എല്ലായിടത്തും സഭ വിപുലമായി വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത്. But we have not made an impact in the society that we live. എന്നാൽ നാം ജീവിക്കുന്ന സമൂഹത്തിൽ ശരിയായ ഒരു സ്വാധീനം നമുക്ക് വരുത്താൻ കഴിയുന്നില്ല. Is the church making any impact on the society? സമൂഹത്തിൽ സഭ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ? God, especially Jesus, places so much importance on the church. സഭയ്ക്ക് വേണ്ടി കർത്താവ് ധാരാളം പ്രാധാന്യം കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. If I ask or if we talk, what is happening today? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നാം അന്യോന്യം ചോദിച്ചാൽ, we all may have so many things: Russia Ukraine war, Russia Iran war, Israel Iran war, all that, Lebanon Syria, all that we'll talk. റഷ്യ ഉക്രൈൻ വാർ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വാർ, സിറിയ ലെബനൻ, അവിടെയൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ ധാരാളം സംഗതികൾ ഉണ്ടായിരിക്കും. But you know what the Lord is thinking? എന്നാൽ കർത്താവ് എന്താണ് ചിന്തിക്കുക? When he asked John to write the book of Revelation, വെളിപ്പാട് പുസ്തകം എഴുതാനായി യോഹന്നാനോട് ആവശ്യപ്പെടുമ്പോൾ, the first chapter, 1-ാം അധ്യായത്തിൽ Jesus says to John, യേശു യോഹന്നാനോട് പറയുന്നു, write what you have seen, നീ എന്ത് കണ്ടിരിക്കുന്നോ എഴുതുക, what is now, ഇപ്പോൾ ഉള്ളത് എഴുതുക, and what is going to come. വരാനിരിക്കുന്നതിനെ കുറിച്ച് എഴുതുക. This is the book of Revelation. ഇതാണ് വെളിപ്പാട് പുസ്തകം. What you have seen, നീ എന്ത് കണ്ടിരിക്കുന്നുവോ, what is now, എന്താണ് ഇപ്പോൾ നടക്കുന്നത്, and what is going to come. എന്ത് സംഭവിക്കാനിരിക്കുന്നു. If you summarize the books of the chapters of Revelation, it is all this. വെളിപ്പാട് പുസ്തകം സംക്ഷിപ്തമായി നാം ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. What you have seen, നീ എന്താ കണ്ടിരിക്കുന്നുവോ, that is first chapter. അത് 1-ാം അധ്യായം. John sees the resurrected the Lord. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ യോഹന്നാൻ കാണുന്നു. But chapter 2 and 3, എന്നാൽ 2-3 അധ്യായങ്ങളിൽ Jesus says what is now. ഇപ്പോൾ എന്ത് നടക്കുന്നു, സംഭവിക്കുന്നതിനെ കുറിച്ച് യേശു അവിടെ വിവരിക്കുന്നു. This is what I want you to concentrate. ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. If somebody asks Jesus, what's happening now? ആരോടെങ്കിലും യേശുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ കർത്താവ് എന്താണ് സംഭവിക്കുക എന്ന് He ചോദിച്ചാൽ, won't talk like Lebanon or Russia or Putin or Donald Trump or anybody. ലെബനനോ റഷ്യയോ പുടിനോ റൊണാൾഡ് ട്രംപോ അതൊക്കെ അല്ല സംസാരിക്കേണ്ടത്. What he talks about 2nd and 3rd chapter, 2-3 അധ്യായങ്ങളിൽ എന്താണ് കർത്താവ് പറയുന്നത്? not talks about the Roman persecution of the Christians. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള റോമ പടയാളികളുടെ പീഡയെക്കുറിച്ചല്ല പറയുന്നത്. Not anything that happens in the world, even though there may be so many things happening there. ലോകത്തിൽ അനേകം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അല്ല അവിടെ പ്രതിപാദിക്കുന്നത്. He talks only about the church. സഭയെക്കുറിച്ച് മാത്രമാണ് അവിടെ പ്രതിപാദിക്കുക. 2nd and 3rd chapter, what is now? ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് 2-3 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. You know what importance that? അതിലെന്ത് പ്രാധാന്യം, അതിലുള്ള പ്രാധാന്യം എന്തെന്നറിയുമോ? For God, for Jesus, the church is the important thing. യേശുവിന്, കർത്താവിന് സഭ എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. He feels that the church has to play the key role in all the world affairs. ലോകത്ത് എങ്ങാനും സഭ ഒരു ഘാതനായ മൂല്യം സ്ഥാപിക്കണം എന്ന കർത്താവ് and he gives ആഗ്രഹിക്കുന്നു. advice to the churches. അതാ സഭയ്ക്ക് നൽകുന്ന ദൗത്യമാകുന്നു. He doesn't go on giving advice to anybody else. ആ ഉപദേശം മറ്റെല്ലായിടത്തും കർത്താവ് പറഞ്ഞു നടക്കുന്നില്ല, only to the churches. സഭയോട് മാത്രമാണ്. And the Lord feels that is what the present or what is now occupies his mind. അതാണ് കർത്താവിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ സംഗ്രഹമായിരിക്കുന്നത്. But what is occupying our mind, നമ്മുടെ മനസ്സുകളൊക്കെ ഗ്രസിക്കുന്നത് what is happening in the last days, അന്ത്യനാളുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, the 6th to 18th chapter,
6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ the horses, the seals, the trumpets and the bowls. അവിടെയുള്ള കുതിരകള് അല്ലെങ്കിൽ കാഹളങ്ങള്, അവിടെയുള്ള ശബ്ദകോലാഹലങ്ങൾ, അതൊക്കെ തന്നെ People always think about that. അതിനെക്കുറിച്ചാണ് ആളുകൾ ധാരാളം ചിന്തിക്കുക. They are worried about that. എന്നാൽ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം പറയട്ടെ, By our worry or by our studying or charting out and saying this denotes this, this denotes this, we are not going to change that. ഇതെല്ലാം പഠിച്ചതുകൊണ്ട്, ഗ്രഹിച്ചതുകൊണ്ട്, അതിനൊക്കെയും ചിട്ടപ്പെടുത്തിയതുകൊണ്ട് നാം ഒരിടത്തും എത്തിച്ചേരാൻ പോകുന്നില്ല. You can study that, no problem. അതെല്ലാം പഠിക്കാൻ സാരമില്ല. But it's not going to, nothing we can alter in that. എന്നാൽ അതിലൊന്നും തന്നെ വ്യത്യാസപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. So I always tell people, അതുകൊണ്ട് തന്നെ എപ്പോഴും ജനങ്ങളോട് പറയും, no, when you study book of Revelation, വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ 6th to 16th chapter, 6 തുടങ്ങി 16 വരെയുള്ള അധ്യായങ്ങളിൽ one sentence, ഒരു വാചകം, big trouble is waiting. വലിയ പ്രയാസം ഇതാ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. That is all. അത് മാത്രം മതി. You cannot change it. അതിനെ മാറ്റാൻ കഴിയില്ല. But 2nd and 3rd chapter, എന്നാൽ 2-3 അധ്യായങ്ങളിൽ that is where we are. അവിടെയാണ് നാം ആയിരിക്കുന്നത്. We are part of the church. നാം സഭയുടെ ഭാഗമാകുന്നു. We can do lot of things. നമുക്ക് ധാരാളം സംഗതികൾ ചെയ്യുവാൻ കഴിയും. It is here that we have to concentrate. ഇവിടെയാകുന്നു നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. Does our church have things which Jesus likes? യേശുവിന് പ്രസാദമുള്ള സംഗതികൾ നമ്മുടെ സഭയിൽ സംജാതമായിട്ടുണ്ടോ? Does our church have anything which Jesus does not like? യേശുവിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സംഗതികൾ നമ്മുടെ സഭയിൽ നടമാടുന്നുണ്ടോ? Does he want me to correct my life? എന്റെ ജീവിതത്തെ തിരുത്താൻ യേശു ആഗ്രഹിക്കുന്നുണ്ടോ? We have to go on thinking individually, as a collective group, as a church. 2nd and 3rd chapter. 2-3 അധ്യായങ്ങൾ വ്യക്തിപരമായി, കൂട്ടമായി, സഭയായി നാം ഒരുമിച്ച് പഠിക്കേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുന്നു. But the key foundation is in the 1st chapter. എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ താക്കോല 1-ാം അധ്യായത്തിൽ നിലകൊള്ളുന്നു. You know, in the 1st chapter, 1-ാം അധ്യായത്തിൽ John hears a voice യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുന്നു. and he turns back to see. അവൻ അത് ശ്രദ്ധിക്കാൻ അവൻ തിരിയുന്നു. What does he see? എന്താണ് കാണുന്നത്? The resurrected Lord Jesus. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണുന്നു. He says, I am alive. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നു. I am the first and the last. ഞാൻ ഒന്നാമനും അവസാനത്തവനുമാകുന്നു. I am the Alpha and the Omega. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. I was dead, but now I am living. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ദാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Everybody in the world has one history. They are alive and one day they die. ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ചരിത്രമുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നു, പിന്നെ അവർ മരിക്കും. Only Jesus has a history. He was dead and he is alive. യേശു കർത്താവിന് മാത്രമാണ് ചരിത്രം. അങ്ങനെയല്ല, മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. But the most important thing is, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ, when John saw this resurrected Jesus, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ, he was simply, flabbergasted. He was taken up because he has never seen Jesus like that. അത്തരത്തിൽ യേശുവിനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവൻ പരിഭ്രാന്തനായി, അതിശയോക്തിയുള്ളവനായി തീർന്നു. Blazing eyes, അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്നു. with a sharp sword in the mouth. അവന്റെ മുഖഭാവമൊക്കെ വ്യത്യാസം. Sound like the roar of a mighty waters. വളരെയധികം ശബ്ദം ഉയർത്തുന്നതായിട്ടുള്ള ഒരു യോദ്ധാവിനെ പോലെ. His legs are like molten bronze. അവന്റെ കാലുകളൊക്കെയും അത് തിളങ്ങി വെളുത്തിരിക്കുന്നു. Dressed like a judge. ഒരു ന്യായപാലകനെ പോലെ. His hair white like wool. അവന്റെ തലമുടിയൊക്കെയും പഞ്ഞി പോലെ ഇരിക്കുന്നു. John has seen Jesus for 3.5 years. 3.5 വർഷക്കാലം യേശുവിനെ മുഖാമുഖമായി കണ്ടവനാണ് യോഹന്നാൻ. Walked with him. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? And Jesus loved him. യേശു അവനെ സ്നേഹിച്ചു. When he had a chance, he used to lay his head on Jesus' chest. അവസരം കിട്ടുമ്പോഴൊക്കെയും അവൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്നു. But he has never seen a Jesus like that. എന്നാൽ ഇത്തരത്തിൽ യേശുവിനെ അവൻ ഒരിക്കലും കണ്ടിട്ടില്ല. You know what the 1st chapter says? 1-ാമത്തെ അധ്യായം എന്ത് പറയുന്നറിയുമോ? Before you go and sort of study and speculate what is there from 6th to 16th chapter, 6 തുടങ്ങി 16 അധ്യായങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കാനായി ആരായതിനു മുമ്പ്, know the 1st chapter. 1-ാമത്തെ അധ്യായം അറിഞ്ഞിരിക്കുവിൻ. The next time you see Jesus, അടുത്ത പ്രാവശ്യം നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ, is not like the Jesus you have imagined all these years. ഇതുവരെയും നിങ്ങൾ ഭാവനയിൽ കണ്ടിരുന്ന യേശു അല്ല ആ യേശു. For John, who was so intimate with Jesus, യേശുവിനോട് ഏറ്റവും അടുത്ത വസിച്ചിരുന്നതായിട്ടുള്ള യോഹന്നാൻ, this appears
appearance of Jesus യേശുവിന്റെ ഈ ഭാവമൊക്കെ തന്നെ made him fall flat like dead man. അവൻ മരിച്ചവനെ പോലെ വീഴുവാൻ ഇടയായി തീർന്നു. He was so much taken aback. അവന് അത്രയധികം അവൻ ഭാരപ്പെട്ടു. Is this the Jesus? ഇതാണോ യേശു? Coming like a judge, ഒരു ന്യായപാലകനെ പോലെ വന്നിരിക്കുന്നു. not the compassionate words coming out of his mouth, അവന്റെ but വായിൽ the sword coming out of his mouth. അവന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ, പക്ഷേ താക്കീതിന്റെ വാക്കുകൾ വരുന്നു. Not the lovely eyes that I have seen, ഞാൻ which cries for other people. മറ്റുള്ളവർക്ക് വേണ്ടി യാഗബലിയേറ്റുന്ന യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. Eyes like blazing flame. അവന്റെ കണ്ണുകളൊക്കെ ജ്വലിച്ച് I പ്രകാശിക്കുന്നു. have never seen Jesus like that. ഇത്തരത്തിൽ ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. And that is why he fell flat. അങ്ങനെയാണ് അവൻ നിലംപതിക്കാൻ ഇടയായത്. The book of Revelation says, വെളിപ്പാട് പുസ്തകം പറയുന്നു, next time you see Jesus, അടുത്ത പ്രാവശ്യം നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ he is going to be different. യേശു വ്യത്യസ്തനായിരിക്കും. When you think about Jesus, യേശുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ what idea comes in your mind? എന്ത് തരത്തിലുള്ള ഭാവന നിങ്ങളുടെ ഉള്ളിൽ A very വരുന്നു? compassionate man. വളരെ മനസ്സിലുള്ള യേശു, We are knocking at our door, നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശു. and you can sit on the TV, sit on the easy chair looking at the TV. ഈ ചെയറിൽ ഇരുന്നു കൊണ്ട് ടിവിയിലേക്ക് നോക്കുമ്പോൾ And who is knocking? ആരാ മുട്ടുന്നത്? Jesus. യേശു. Can I come in? ഉള്ളിലേക്ക് വരാമോ? You say, I am busy, you can come tomorrow. ഇല്ലല്ല, ഞാൻ വളരെ തത്രപ്പാടിലാണ്, കൊണ്ട് നാളെ വരാം. Hearing the good sermons, നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നു, healing people. ആളുകളെ ശ്രദ്ധിക്കുന്നു. Is this the image that you have about Jesus? ഇത്തരത്തിലുള്ള ഒരു ഭാവനയാണോ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കുള്ളത്? Next time we see, അടുത്ത പ്രാവശ്യം നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ it's going to be different. യേശു വ്യത്യസ്തനായിരിക്കും. People will look at the mountains and say, fall on me. മലമുകളിലേക്ക് I cannot see him. നോക്കിക്കൊണ്ട് പറയും, നീ എന്നെ കാണുക, നോക്കുക എന്ന്. You can sing Malpriyane eppo varum. മൽപ്രിയനെ എപ്പോൾ വരുമെന്ന് He പറഞ്ഞുകൊണ്ടിരിക്കാം. will come like that. അത്തരത്തിൽ യേശു വരും. Are you prepared? നിങ്ങൾ തയ്യാറോ? Are you prepared to meet? യേശുവിനെ കണ്ടുമുട്ടാൻ തയ്യാറോ? You know, when John saw Jesus, യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ, the resurrected Jesus, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ, you can imagine the amount of fear that would have come in his mind. അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള അതീവ ഭയം നമുക്ക് ചിന്തിക്കാനാവും. You would not have gone, oh Jesus, you left for a long time, I am waiting for you. Did not go and embrace him. അയ്യോ യേശുവേ, കുറെ കാലമായല്ലോ, മടങ്ങി വന്നിരിക്കുന്നല്ലോ, അങ്ങേ ആലിംഗനം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. Flat. അവൻ നിലം പൊത്തി. The fear gripped him. ആ ഭയം അവനെ ഗ്രസിച്ചു. That is what God wants you. അതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. If you fear God in the way you should fear him, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടേണ്ട തരത്തിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, and live in the way that Jesus teaches in the 2nd and 3rd chapter, 2-3 അധ്യായങ്ങൾ യേശു കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ, this is where we have to alter our lives. ഈ തരത്തിലാണ് നമ്മുടെ മനസ്സുകൾക്ക് വ്യത്യാസം വരേണ്ടത്. The 6 to 16 chapter is not anything for us to alter. We have to go through that. It will happen. But if you are succeeding in this, you will succeed in that. 6 തുടങ്ങി 16 അധ്യായങ്ങളിൽ നമുക്കൊന്നും തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുകയില്ല. അത് അപ്പോഴ് തന്നെ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിയുമെങ്കിൽ എല്ലാത്തിലും വ്യത്യാസം സംഭവിക്കുകയും ചെയ്യും. The problem that I feel, one of the most rampant problems that I feel in the church and the church members, by which the church is not as effective as it should be, I find only one reason. സഭ ആയിരിക്കേണ്ടതുപോലെ ആയിത്തീരാതിരിക്കുന്നതിന് ഞാനിപ്പോൾ സഭയ്ക്കകത്ത് സഭാജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്തെന്നാൽ, A.W. Tozer says, he wrote a book called The Missing Jewel of the Church. A.W. Tozer എഴുതിയ മിസ്സിംഗ് ജുവൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, but he mentions the missing jewel as the worship. എന്നാൽ ആ മിസ്സിംഗ് ജുവൽ എന്ന് പറയുന്നത് ആരാധനയെ കുറിച്ച് അവൻ പറയുന്നു. It was written about 40 years ago. 40 വർഷക്കാലത്തിന് മുമ്പ് എഴുതിയ പുസ്തകം. But today he will not write like that. എന്നാൽ ഇക്കാലത്ത് അദ്ദേഹം അങ്ങനെ എഴുതില്ല. We have no dearth of worship. നമുക്ക് ആരാധനയ്ക്ക് ഒരു പഞ്ഞവുമില്ല. We compete with the worldly people, rock music, etc. Everything, pop music, everything is in the church. നാം ലോകമനുഷ്യരോട് മല്ലിടുന്നു. റോക്ക് മ്യൂസിക്കോ പോപ്പ് മ്യൂസിക്കോ എല്ലാം സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. Worship takes a lot of time in the services. ആരാധനകളിലൊക്കെയും നമ്മുടെ ആരാധനകളിൽ ഈ വർഷിപ്പ് ധാരാളം സമയമെടുക്കുന്നു. Don't people love Jesus? ആളുകൾ യേശുവിനെ സ്നേഹിക്കുന്നില്ല. They love Jesus. അവർ യേശുവിനെ സ്നേഹിക്കുന്നു. Don't they love preaching? പ്രസംഗം അവർ ആഗ്രഹിക്കുന്നില്ലേ? Don't they love the miracles that happen? സംഭവിക്കുന്ന അത്ഭുതങ്ങൾ താല്പര്യപ്പെടുന്നില്ലേ? The excitement of going to the church? സഭയിലേക്ക് പോകുന്നതിനുള്ള ആവേശമില്ലേ? Fellowshipping with the believers? വിശ്വാസികളുമായി ചേർന്ന കൂട്ടായ്മയില്ലേ? Even giving for mission work? മിഷൻ പ്രവർത്തനത്തിന് ചെലവിടുന്നില്ലേ? All these things are there. ഈ സംഗതികളെല്ലാം ഉണ്ട്. But there is one thing missing. എന്നാൽ ഒരു കാര്യത്തിന് കുറവ് സംഭവിച്ചിരിക്കുന്നു. One thing missing. ഒരു കാര്യം കുറവ് വന്നിരിക്കുന്നു. The fear of the Lord. ദൈവ ഭയം അവിടെ ഇല്ല. You know, some years back, നിങ്ങൾക്കറിയുമോ, ചില വർഷങ്ങൾക്ക് there മുൻപ് was a great evangelist. ഒരു വലിയ സുവിശേഷകൻ ഉണ്ടായിരുന്നു. It is
everybody might have known. I am not telling his name. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. He was preaching. He was a very, very, what a powerful preacher. അദ്ദേഹം വളരെ വളരെ ശക്തനായ പ്രസംഗകൻ ആയിരുന്നു. And millions of people have heard his voice. ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് For years together. അനേക വർഷങ്ങളായി. Then one day they found out that he was living in a great sin. എന്നാൽ പിൽക്കാലത്ത് ആളുകൾ കണ്ടെത്താനിടയായി തീർന്നു അദ്ദേഹം വലിയ പാപത്തിൽ ജീവിക്കുന്നു. And that was adultery. അത് വ്യഭിചാര കുറ്റമാണ്. And he was living it for many years. അനേക വർഷങ്ങളായി അത്തരത്തിൽ അദ്ദേഹം ജീവിച്ചു. While he was preaching on the streets, on the platforms, in the churches, in the television, radio, everything. തെരുവുകളിലും അല്ലെങ്കിൽ ടെലിവിഷനിലും സഭകളിലും തെരുവുകളിലും ഒക്കെ പ്രസംഗിക്കുന്ന വേളകളിലൊക്കെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചര്യ അങ്ങനെയായിരുന്നു. Finally he was caught. അവസാനമായി അദ്ദേഹം പിടിക്കപ്പെട്ടു, Put in jail. ജയിലിൽ അടയ്ക്കപ്പെട്ടു. I don't know whether he is still in jail or not. ഇപ്പോഴും അദ്ദേഹം ജയിലിനകത്താണോ പുറത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I read in one book. എന്നാൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, Another preacher, after 4 years he was in jail. അദ്ദേഹം 4 വർഷക്കാലം കാരാഗൃഹത്തിൽ കിടന്നതിന് ശേഷം ഒരു പ്രസംഗകൻ Went to meet him. അദ്ദേഹത്തെ കാണാനായി പോയി. And this both persons, they, because they know each other, they have. അവർ തമ്മിൽ അറിയുന്നത് കൊണ്ട് അവർ ആലിംഗനം ചെയ്തു. And the visitor asked this pastor. ആ സന്ദർശകൻ പാസ്റ്ററോട് ചോദിച്ചു, I have a question. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. Did you not love Jesus when you fell into this sin? ഈ പാപത്തിലേക്ക് വീണപ്പോൾ താങ്കൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ലേ? He said, I love Jesus. അവൻ പറഞ്ഞു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. While you were in the sin? ഈ പാപത്തിൽ ആയിരിക്കുമ്പോഴും അങ്ങനെയോ? Yes. അതെ. And what about now? എന്നാൽ ഇപ്പോൾ എന്ത് പറയുന്നു? Now also I am loving Jesus. ഇപ്പോഴും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. Were you not praying? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നോ? He says, I was praying. അതെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. I was preaching, I was praying, I was doing everything. ഞാൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ടായിരുന്നു. At no time I have my love for Jesus was reduced. ഒരു സന്ദർഭത്തിൽ പോലും യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് കുറവ് സംഭവിച്ചിട്ടില്ല. The visitor pastor asked him. എന്നാൽ സന്ദർശകനായ പാസ്റ്റർ ചോദിച്ചു, How is it possible, man? മനുഷ്യ, ഇത് എങ്ങനെ നിനക്ക് സാധിക്കുന്നു? You say you love Jesus. നീ പറയുന്നു യേശുവിനെ സ്നേഹിക്കുന്നു You എന്ന്. preach, you pray. നീ പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. But how did you do this sin? ഈ പാപം ആ അവസ്ഥയിൽ എങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു? You know what that man said? ആ മനുഷ്യൻ പറഞ്ഞ ഉത്തരം അറിയുമോ? I did not have the fear of God. എനിക്ക് ദൈവഭയം ഇല്ലായിരുന്നു. This is what has happened. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. That is correct. അതാണ് സംഭവിച്ചത്. You know, they can have everything, but the fear of God, if it is not there, that is what will happen to anybody in their life. നിങ്ങൾക്കറിയുമോ, ദൈവഭയം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ആ മനുഷ്യൻ സംഭവിച്ചതുപോലെ ആർക്കും ഏത് സമയത്തും വീഴ്ചയും പാപവും സംഭവിക്കാം. On the whole, I feel this is a problem the church has to address. ആഗമനമായി ഞാൻ മനസ്സിലാക്കുന്നത് സഭയ്ക്കുള്ളിലുള്ള ആഗമനമായ പ്രശ്നം ഇതാകുന്നു. Because as pastor was also telling, you can love Jesus, you can preach Jesus, but all these people can see he is nice, preaching nicely, he is a very loving man, he gives so much to the missions, all that they can see, but they cannot see what is in your heart. എന്നാൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കാം, പ്രസംഗിക്കാം, പ്രാർത്ഥിക്കാം, വേദികളിലൊക്കെ കർത്താവിനോട് ശുശ്രൂഷിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്ത് എന്ന് അവർക്ക് ആർക്കും അറിയുവാൻ കഴിയുകയില്ല. What does God love? എന്താണ് ദൈവം സ്നേഹിക്കുന്നത്? What does God want from us? നമ്മിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? And God wants us to be with him. We are made for fellowship. നാം കർത്താവ് നമ്മോട് ചേർന്ന് കൂട്ടായ്മ പാലിക്കാൻ ആഗ്രഹിക്കുന്നു, ആ കൂട്ടായ്മയിൽ നാം ആയിരിക്കുന്നുവോ? But if you don't have that fear of the Lord, ദൈവ ഭയം നമ്മുടെ ഉള്ളങ്ങളിൽ ഇല്ല എങ്കിൽ it will keep you away from the Lord. ദൈവത്തിൽ നിന്ന് അകലെ മാത്രമേ നമ്മെ നിർത്തുകയുള്ളൂ. You know, somebody may ask you, what is fearing God? ആളുകൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താണ് ദൈവഭയം എന്നാൽ? Bible always tells, we always preach, the Bible is full of saying, do not fear, do not fear. It is 366 times in the Bible. വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെയും പറഞ്ഞ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. And everybody says, do not fear. And now you say, you must have the fear of the Lord. എന്നാൽ ആളുകളെല്ലാം പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടണം, പക്ഷേ താങ്കൾ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു ദൈവത്തെ ഭയപ്പെടണമെന്ന്? What is this? What is this contradiction? എന്താണ് ഈ പരസ്പര വിരുദ്ധത? You know, fear of the Lord does not mean that you get scared when Lord comes. ദൈവഭയം എന്ന് കേൾക്കുമ്പോൾ ഭീരുവായി ഓടിക്കളയുക എന്നല്ല അതിന്റെ അർത്ഥം. You know, when you get that sort of fear, you run away from him. അങ്ങനെ ഒരു ഭീരുത്വമുണ്ടെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അകന്ന് ഓടിപ്പോകും. But when you really love God, എന്നാൽ വാസ്തവത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, and you have not only a love, but you have a reverence, you have a respect, you have a great, what you call, the image of God in your life, what that will make you is, even though it is called an awe or a reverence, that will make you go near him. ദൈവസ്നേഹമുണ്ടെങ്കിൽ, ദൈവഭയവും ദൈവഭക്തിയും ഉണ്ടെങ്കിൽ, ദൈവത്തോട് വലിയ ആദരവുണ്ടെങ്കിൽ, ആ
ഭയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ള ഒരു പാരവശ്യം നമ്മൾ ദൈവം സൃഷ്ടിക്കും. Why some people go away എന്തുകൊണ്ട് ചില ആളുകൾ മാറിപ്പോകുന്നു? and why some people come in? എന്തുകൊണ്ട് ചില ആളുകൾ ദൈവത്തോട് അടുത്ത് വരുന്നു? If you come closer to God, ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ you may feel, even otherwise God will know, you may feel that what you have in your heart will be exposed. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെയും ദൈവത്തിനറിയാം, നിങ്ങൾക്കും അറിയാം, അതൊക്കെയും പുറത്തു വരാൻ ഇടയായി So തീരും. you also have a fear, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാകും. but at the same time, എന്നാൽ അതോടൊപ്പം തന്നെ if you have a reverence, ദൈവത്തോട് ഭയഭക്തി ഉണ്ടെങ്കിൽ, you want to keep your salvation with the fear and trembling, as it is said, പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ രക്ഷ ഭയത്തോടും വിറയലോടും കൂടെ സൂക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, that will keep you closer to God. അത് ദൈവത്തോട് അടുക്കൽ പോകാൻ സഹായിക്കും. There fear is because if you keep away from Him, you will get into problem. That is why you keep near. ഭീരുത്വം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായി തീരരുത്. ദൈവ ഭയത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഇടയായി തീരണം. The other person fears because if he comes near, his sins will be exposed. മറ്റു മനുഷ്യൻ ഭീരുവായി തീരുന്നതിന് കാരണം എന്തെന്നാൽ അവൻ ദൈവത്തോട് അടുക്കലേക്ക് വരുന്നുവെങ്കിൽ അവന്റെ പാപം അവനെ വെളിപ്പെടുത്തും. The whole thing is explained in the book of Exodus. പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഗതി സമൂലമായി അത് വിവരിച്ചിരിക്കുന്നു. The story, I cannot read the whole thing. അത് കഥ പറയണമെങ്കിൽ മുഴുവൻ വായിക്കണം. When the people came out of Egypt, ജനങ്ങളൊക്കെയും മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു. God says to Moses, ദൈവം മോശയോട് പറയുന്നു, bring them to the Mount Sinai. സീനായി പർവ്വതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. I have to speak to my people. എന്റെ ജനത്തോട് എനിക്ക് സംസാരിക്കണം. I am going to reveal myself. എന്നെ തന്നെ ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ I am പോകുന്നു. going to speak to them. ഞാൻ അവരോട് സംസാരിക്കാൻ പോകുന്നു. If somebody asks you, നിങ്ങൾക്കറിയുമോ, ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ why Israelites or the Hebrew people are delivered by God from Egypt? എന്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് എബ്രായ ജനങ്ങളെ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു എന്ന് ചോദിച്ചാൽ, And where are they going? എവിടേക്ക് അവർ പോകും ചോദിച്ചാൽ, They are going to Canaan, അവർ കനാനിലേക്ക് പോകുന്നു. a land flowing with milk and honey. അത് പാലും തേനും ഒഴുകുന്ന രാജ്യത്തിലേക്ക്. Of course, God had promised that. നിശ്ചയമായും ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. But when Moses was talking to Pharaoh, എന്നാൽ മോശെ ഫറവോനോട് സംസാരിക്കുമ്പോൾ, you know what the reason he gave to Pharaoh? എന്താണ്, ഏത് കാരണമാണ് ഫറവോന് നൽകിയെന്നറിയുമോ? He says, let my people go. എന്റെ ജനം പോകട്ടെ, We are on the way to Canaan. ഞങ്ങൾ കനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ്. Moses didn't say that. മോശെ എന്ന് പറഞ്ഞില്ല. 5 times to Pharaoh he told like this. 5 പ്രാവശ്യം ഫറവോനോട് മോശെ ഇങ്ങനെ പറഞ്ഞു, Let my people go എന്റെ ജനത്തെ വിട്ടയക്കാം, to worship the Lord in the wilderness. ആ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന്. That is what God is interested. അതാണ് ദൈവത്തിന് താല്പര്യം. A land is promised. ആ രാജ്യം ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. But before that, എന്നാൽ അതിനു മുൻപ് what is most important for God is ദൈവത്തിന് ഏറ്റവും പ്രധാനമുള്ള സംഗതി, they have now come out of slavery. അവർ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. They are going to occupy a land. അവർ ഒരു ദേശം കൈവശമാക്കാൻ പോകുന്നു. Before that, they must see me. അതിനു മുമ്പ് അവർ They ശുദ്ധീകരിക്കപ്പെടണം. must know me. അവർ എന്നെ അറിയണം. They must understand me. അവർ എന്നെ മനസ്സിലാക്കണം. They must have a first-hand feeling of me. അവർക്ക് എന്നെ കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടാകണം. Now you are going and telling a God send me to deliver you. നിങ്ങളെ വിടുവിക്കേണ്ടതിന് വേണ്ടി ജനത്തെ അയക്കണമെന്ന് പറയുമ്പോൾ, But I want my people to see me first hand. എന്നാൽ എന്റെ ജനം നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So in the book of Exodus, അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ if you read the 19th chapter, 19-ാം അധ്യായം വായിക്കുമ്പോൾ, this is what God has been giving instructions to Moses. ഇതാണ് ദൈവം മോശയ്ക്ക് നൽകുന്ന വാഗ്ദത്തം അല്ലെങ്കിൽ നിർദ്ദേശം. It is there from the 8th, 9th verse. 8-9 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. 9th verse says, and the Lord said to Moses, behold, I am coming to you in a thick cloud, that the people may hear when I speak with you, and may also believe you forever. When Moses told the words of the people to the Lord said to Moses, go to the people, consecrate them today and tomorrow, and let them wash their garments, and be ready for that 3rd day. For on the 3rd day, I will come down on the Mount Sinai in the sight of all the people. 9-ാം വാക്യം തുടങ്ങി ഇങ്ങനെ വായിക്കുന്നു, യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസ്സിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്ത ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. God delivered
delivered these people by great miracles. ദൈവം വലിയ അത്ഭുതങ്ങളാൽ ഈ ജനങ്ങളൊക്കെയും വിടുവിച്ചു. And did not say, okay, go and occupy the land of Canaan. ശരി ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളുക, കനാൻ ദേശം കൈവശമാക്കാൻ ദൈവം പറഞ്ഞില്ല. He wants to meet them. ദൈവം അവരെ സന്ധിക്കാൻ He wants ആഗ്രഹിച്ചു. to speak to them. ദൈവം അവരോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. And he wants to have a personal interaction with them. അവരോട് വ്യക്തിപരമായ ഇടപാട് നടത്താൻ ദൈവം ആഗ്രഹിച്ചു. But before that he says, എന്നാൽ അതിനു മുമ്പ് ദൈവം പറയുന്നു, Moses, go and tell the people, before I meet them, they must clean themselves. First, second day, they must clean their clothes, get ready, be sanctified. മോശയെ ഞാൻ അവരെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 2-3 ദിവസം അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രമൊക്കെ വെളുപ്പിക്കട്ടെ എന്നുള്ള വർത്തമാനം പറയുന്നു. Third day I will meet them. 3-ാം ദിവസം ഞാൻ അവരെ സന്ധിക്കും. People are waiting for the Lord Jesus Christ to come and reveal to us. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് തന്നെ വെളിപ്പെടുത്തേണ്ടതിന് ജനമൊക്കെയും കാത്തിരിക്കുന്നു. The church are waiting for the Lord to come. കർത്താവ് മടങ്ങി വരേണ്ടതിന് വേണ്ടി സഭ കാത്തിരിക്കുന്നു. He has saved us. കർത്താവ് നമ്മെ രക്ഷിച്ചു. He has brought us out of slavery. അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവന്നു. All the time we have seen so many miracles and all. അനേക സന്ദർഭങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. But we have not seen Jesus. എന്നാൽ നാം യേശുവിനെ കണ്ടിട്ടില്ല. He is going to come. യേശു വരാനിരിക്കുന്നു. We are expecting that. നാം കർത്താവിനെ But പ്രതീക്ഷിക്കുന്നു. before that the Lord says, എന്നാൽ അതിനു മുമ്പ് കർത്താവ് പറയുന്നു, before I reveal to you, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് get yourselves clean. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Get yourselves clean. നിങ്ങൾ സഭ വിശുദ്ധീകരിക്കപ്പെടണം. Don't think that because I have brought you out of Egypt, ഞാൻ നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഇവിടുത്തെ കൊണ്ടുവന്നത് കൊണ്ട് you മാത്രമല്ല, can just see me. നിങ്ങൾക്ക് നേരെ എന്നെ കാണാമെന്നല്ല. You will not bear that. ഇല്ലില്ല, നിങ്ങൾ സഹിക്കില്ല. I am not coming for any bride. ഞാൻ ഏത് മണവാട്ടിക്ക് വേണ്ടിയല്ല വരുന്നത്. I want a bride spotless and clean. എന്നാൽ നിഷ്കളങ്കവും വിശുദ്ധയുമായ ഒരു മണവാട്ടി എനിക്ക് വേണം. 2 days. 2 ദിവസം. In God's calendar 2000 years. ദൈവത്തിന്റെ കലണ്ടറിൽ 2000 വർഷങ്ങൾ. Plus 30 years of his ministry. പിന്നെ കർത്താവിന്റെ ശുശ്രൂഷ 30 വർഷം. 2030. Maybe. അതായിരിക്കാം. I am not here to predict or prophesy anything. ഞാൻ എന്തെങ്കിലും പ്രവചിക്കാനോ പറയാനോ The ആളല്ല. Lord wants to come. കർത്താവിന് മടങ്ങി വരണം. He tells the church, സഭയെ കണ്ടുമുട്ടണം. you are singing, Jesus, when will you come? കർത്താവ് യേശുവേ എപ്പോൾ വരുന്നു He is ചോദിച്ചുകൊണ്ടിരിക്കുന്നു. going to come. യേശു വരാനിരിക്കുന്നു. He wants to see us. നമ്മെ കാണാൻ He ആഗ്രഹിക്കുന്നു. wants us to see him. നാം അവരെ കർത്താവിനെ കാണാൻ Face to ആഗ്രഹിക്കുന്നു. face he wants us to see him. മുഖാമുഖമായി കാണാൻ But he ആഗ്രഹിക്കുന്നു. says, get yourself clean. എന്നാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. Get yourselves clean. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. I am not just waiting for any church. ഞാൻ ഏത് സഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. I am just waiting for a spotless church. ഞാൻ നിഷ്കളങ്ക സഭയേക്കായി കാത്തിരിക്കുന്നു. Then on the third day I will meet you. അങ്ങനെ 3-ാം നാൾ നിങ്ങളെ കണ്ടുമുട്ടും. Take it as a message from God for today. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്ദേശമായി ഇതിനെ ഏറ്റെടുക്കുവിൻ. Before you sing Malpriyane epo varum, മൽപ്രിയനെ എപ്പോൾ വരും ചോദിക്കുന്നതിന് മുമ്പ്, are we understanding that God wants us to be clean before we can meet him? നാം കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നാം വിശുദ്ധരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്നുണ്ടോ? And when the people heard, okay, we will see God, God is going to speak to us. ജനങ്ങളൊക്കെയും അത് കേട്ട് മനസ്സിലാക്കി, ദൈവം ഞങ്ങളെ കാണണം, ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ, But on the third day, എന്നാൽ 3-ാം നാളിൽ when they came near the mountain, അവർ പർവ്വതത്തിനടുക്കൽ വന്നപ്പോൾ, the 16th verse says, 16-ാമത്തെ വാക്യം പറയുന്നു, on the morning of the third day there were thunders and lightnings and a thick cloud on the mount and a very loud trumpet blast, so that all the people in the camp trembled. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി. And the people were all afraid. അവർ നടുങ്ങാൻ തുടങ്ങി. And the people were not willing to go near. ദൈവത്തെ അവർ പോകാൻ ഭയപ്പെട്ടു. But when God called Moses, എന്നാൽ ദൈവം മോശയെ വിളിച്ചപ്പോൾ Moses went inside. മോശെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. This is the difference between the people of Israel and Moses. ഇതാണ് ഇസ്രായേൽ മക്കൾക്കും മോശയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. All of them saw the same sight. അവരെല്ലാവരും തന്നെ ഒരേ സംഗതി കണ്ടു. Mount Sinai was burning. സീനായി പർവ്വതം കത്തിജ്വലിക്കുന്നു. And it was trembling. അവർ വിറച്ചു നിൽക്കുന്നു. Big sounds of the trumpet. അവിടെ കാഹളധ്വനികളുണ്ട്. People did not expect that. ആളുകളൊന്നും ഇത് പ്രതീക്ഷിച്ചില്ല. They said, my Lord is coming, the Lord who delivered me. എന്നെ വിടുവിച്ച കർത്താവ്, ഞങ്ങളെ വിടുവിച്ച കർത്താവ് മടങ്ങി വരുമെന്ന് അവർക്ക് ചിന്തിച്ചു. But when the Lord descended on the Mount Sinai, എന്നാൽ സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ these people started going backward. ഈ ആളുകളൊക്കെയും പിന്നിലേക്ക് പോകാൻ തുടങ്ങി. But it says Moses went inside. എന്നാൽ വചനം പറയുന്നു മോശ ഉള്ളിലേക്ക് പ്രവേശിച്ചു. Moses was also afraid. മോശയ്ക്കും ഭയമുണ്ടായി. But his fear made him feel, I am not safe anywhere
except when I go near. എന്നാൽ മോശയ്ക്കും ഭയമുണ്ടായിരുന്നെങ്കിലും ആ ഭയം ഞാൻ അവിടേക്ക് ഓടിപ്പോകയില്ല, ആ ഭയത്താൽ ഞാൻ സുരക്ഷിതനായി തീരും എന്നവൻ വിശ്വസിച്ചു. But we know the people of Israel, their heart, their heart condition, എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തെ നമുക്കറിയാം, their mindset, അവരുടെ മനോഭാവം അറിയാം. stiff-necked people, അവരൊക്കെയും കഴുത്ത ഉറച്ച ആളുകൾ, always murmuring and complaining. എപ്പോഴും മുറുപുറത്ത് കഴിഞ്ഞിരുന്നവർ. Anytime they get a chance, they say we want to go back to Egypt. ഏത് സന്ദർഭത്തിനും അവസരമുണ്ടാകുമ്പോൾ മിസ്രയീമിലേക്ക് മടങ്ങി പോകാം എന്ന് പറയുന്ന ആളുകൾ. When these people saw this sight, ഈ ആളുകളൊക്കെ ഈ അത്ഭുതം കണ്ടപ്പോൾ they are afraid. അവർ ഭയപ്പെട്ടു. They could not go near. അവർക്ക് അടുക്കൽ പോകാൻ കഴിഞ്ഞില്ല. Chapter 20th chapter 20th verse, 20ാം അധ്യായത്തിന്റെ 20ാമത്തെ വാക്യത്തിൽ, or 18 from 80th verse, when people saw the thunder and the flashes of lightning and the sound of the trumpet and the mountain smoking, people were afraid and trembled, and they stood far off and said to Moses, you speak to us, we will listen, but do not let God speak to us lest we die. 20ാം അധ്യായത്തിന്റെ 18ാം വാക്യം തുടങ്ങി, ജനം ഒക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതവും പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാണ്ടിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. The people of Israel, ഇസ്രായേൽ മക്കൾ, and you know they have a lot of common characters like us church people. നമ്മെ പോലെ സഭയിലുള്ള ആളുകളെ പോലെ സമ സ്വഭാവം ഇസ്രായേൽ മക്കൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. They are saved, we are saved. അവർ രക്ഷിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ടു. They have been brought out of Egypt, we have been brought out of the slavery. അവർ മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകപ്പെട്ടു, നാം പാപത്തിൽ നിന്ന് They വിമോചിക്കപ്പെട്ടിരിക്കുന്നു. have seen miracles, we have seen miracles. അവർ അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു, നാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. They have enjoyed healings, we have also enjoyed. അവർ രോഗശാന്തി ആസ്വദിച്ചു, നാം രോഗശാന്തി They ആസ്വദിച്ചിരിക്കുന്നു. have been delivered from many enemies, and God has delivered us from our enemies also. അനേകം ശത്രുക്കളിൽ നിന്ന് അവരെ ദൈവം വിടുവിച്ചു, നമ്മളെയും ശത്രുക്കളിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കുന്നു. When they came out of Egypt, അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ the people of the Egypt gave them gold and silver, take and go. It is not their property, they got it. മിസ്രയീമിലുള്ള ആളുകളൊക്കെയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണവും വെള്ളിയും ധനവും ഒക്കെ അവർക്ക് നൽകിയതൊന്നും. What did they do with that gold and silver? എന്നാൽ ആ സ്വർണ്ണയും പൊന്നും കൊണ്ട് അവർ എന്തൊക്കെ ചെയ്തു? They made an idol of a calf. അത് മുഖാന്തരമായ ഒരു കാളക്കുട്ടിയുടെ രൂപം അവർ ഉണ്ടാക്കി. So God sometimes, people come and testify in the church, I was only having a pawn shop, now I am having an international business. I was only running on a cycle, now I have a Benz car. All that felt prosperity, they say. What they do with their money? ചില ആളുകളൊക്കെയും കടന്നു വന്നിട്ട് പറയും, ഞാനൊരു ഒരു ചെറിയ ഒരു പീടിക മാത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു വലിയ ഇൻഡസ്ട്രിയൽ ആയിട്ട് മാറിയിരിക്കുന്നു. കേവലം ഒരു സാധുവായിരുന്നു, പക്ഷേ ധനാഢ്യനായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിൽ എന്ന കാര്യം നാം മനസ്സിലാക്കണം. People of Israel had seen such a lot of miracles. ഇസ്രായേൽ മക്കൾ അത്തരത്തിൽ അനേകം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. Red Sea parting, അവര് ചെങ്കടൽ പിളരുന്നത് കണ്ടു, manna coming from heaven, മന്ന സ്വർഗ്ഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നത് കണ്ടു, അവർ പാറയിൽ നിന്ന് വെള്ളം കണ്ടു, bitter water turning sweet, കയ്പേറിയ വെള്ളമൊക്കെയും പാനജലമായി തീർന്നു. all the enemies were defeated. എല്ലാ ശത്രുക്കളും പരാജയപ്പെട്ടു. But at the least point where they have discomfort, എന്നാൽ ചെറിയ അസ്വസ്ഥത അവരുടെ ജീവിതത്തിൽ ഏശിയപ്പോൾ they always say, we want to go back to Egypt. അവർ എപ്പോഴും പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് മിസ്രയീമിലേക്ക് മടങ്ങി പോകണം. They have come out of Egypt, അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നവരാണ്, but Egypt has not gone back. എന്നാൽ മിസ്രയീം അവരുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടില്ല. We have all these common features of Israel. ഇസ്രായേൽ മക്കളുടെ ഈ സ്വഭാവങ്ങളൊക്കെയും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. But എന്നാൽ നമുക്കറിയാം, when they crossed the Red Sea, അവർ ചെങ്കടൽ കടന്നപ്പോൾ what a joy, എന്തോരു സന്തോഷം, what a music, എന്തോരു ഗാനം. the whole crowd was dancing. ആ ആൾക്കൂട്ടമൊക്കെയും നൃത്തം ചെയ്യുന്നു. Like when we get something, we come and say hallelujah, hallelujah, dance. നമുക്കും ചില അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നാം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യും. When you see, we have a lot of commonality with these people of Israel. ഇസ്രായേൽ മക്കളുമായി നോക്കുമ്പോൾ വിശ്വാസവുമായി നമുക്ക് ധാരാളം സമവിശേഷതകൾ ഉണ്ട്. Till what time? ഏത് കാലം വരെ? When God revealed himself to them. ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് വരെ they could not stand. അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. They say, we don't want to hear this God. അയ്യോ, ഈ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. We don't want to hear this God. ഞങ്ങൾക്ക് ശബ്ദം കേൾക്കണ്ട. Moses, we are afraid. മോശേ, ഞങ്ങൾക്ക് ഭയമുണ്ട്. You hear and you talk to us. അയ്യോ, നീ സംസാരിച്ചു കൊള്ളുക, ദൈവം സംസാരിക്കണ്ട. We don't want God to talk to us. ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Can you imagine people telling we don't want God to hear God? ദൈവത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. Is it strange? ഇത് വിരസമായി തോന്നുന്നു. How many believers, when they have problems, അനേകം വിശ്വാസികൾ അവരുടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ they don't go to God. അവർ ദൈവത്തിലേക്ക് പോവില്ല. They go to their pastor.
അവരുടെ പാസ്റ്റർ അടുക്കൽ പോകും, they go to their preacher, അവർ പ്രസംഗകന്റെ അടുക്കൽ they പോകും, go to the evangelist. അവർ സുവിശേഷകന്റെ അടുക്കൽ പോകും. Hey, you are a man of God. അയ്യോ, താങ്കൾ ദൈവപുരുഷനല്ലേ, You have a hotline with God. ദൈവത്തോട് നേരിട്ട് ഇടപാടുണ്ടല്ലോ, Why don't you pray for us? എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി We പ്രാർത്ഥിക്കുന്നില്ല? will enjoy food at home. ഭവനത്തിൽ ഞങ്ങൾ ആഹാരം കഴിച്ച് ആസ്വദിക്കാം. You fast and pray for us. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. And tell us what God tells us about. ദൈവം എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയും. Are we different? അത് നാം വ്യത്യസ്തരോ? Are we different? നാം വ്യത്യസ്തരോ? The people of Israel said like that. ഇസ്രായേൽ മക്കൾ അങ്ങനെ പറഞ്ഞു, We don't want to hear God. ഞങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ ആഗ്രഹമില്ല, We are afraid. ഞങ്ങൾക്ക് ഭയമുണ്ട്, We are going back. ഞങ്ങൾ മടങ്ങി They are പോകുന്നു. withdrawing from the mountain. ആ മലയിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു. But God was manifesting himself. എന്നാൽ ദൈവമോ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. When God manifests himself, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ don't think it will be a joke. അത് തമാശയായിരിക്കില്ല. God wants to impress upon the people. ദൈവത്തിന് തന്നെ തന്നെ അവരെ It ബോധ്യപ്പെടുത്തേണ്ടതായി. will make you tremble. ദൈവം നമ്മെ വിറയൽ It കൊള്ളിക്കും, will make you shiver. നാം വിറയ്ക്കാൻ തുടങ്ങും. I am God Almighty. ഞാൻ സർവശക്തനായ ദൈവം, I am not a sugar daddy in heaven. ഞാൻ സ്വർഗത്തിലെ പഞ്ചസാര വിൽക്കുന്നവനല്ല. You have a wrong concept about God. ദൈവത്തെ കുറിച്ച് തെറ്റായ ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. Who is God? ആരാണ് ദൈവം? Oh, he is like our grandfather. അയ്യോ, നമ്മുടെ വല്യപ്പനെ പോലെ. Any mistake you do, എന്ത് തെറ്റ് ചെയ്താലും they'll say, oh, sorry, no problem. അയ്യോ ഒന്നുമില്ല, സാരമില്ല എന്ന് പറയും ദൈവം. I like you, that's all. Everybody does, you also. എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്, നീ ചെയ്തു കൊടുക്കുക എന്ന് പറയുമോ? People have a concept about God like അത്തരത്തിൽ that. ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത മനുഷ്യർക്കുണ്ട്. As a sugar daddy, that is not a scriptural what you call a description of God. It is a sentimental view of God. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ചിത്രീകരണമല്ല, പക്ഷേ മറ്റൊരു തരത്തിൽ നാം ചിന്തിച്ചു പോകുന്നു. This will be till you really get a revelation or you see God coming in your midst. ദൈവം നമ്മുടെ മധ്യേ കടന്നു വരുന്നവരെയും ദൈവം തന്നെ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നവരെയും ഈ സംഗതികൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. They are afraid. അവർ ഭയപ്പെട്ടു. You know what Moses says, a very funny word. മോശെ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്, തമാശയുള്ള സംഗതി. 20th chapter 20th verse. 20ാം അധ്യായത്തിന്റെ 20ാമത്തെ വാക്യം. Moses said to the people, മോശെ ജനത്തോട്, now listen, do not fear. കേൾക്കുവിൻ, ഭയപ്പെടേണ്ട. They are frightened. അവർ ഭയപ്പെട്ടിരിക്കുന്നു. They want to run back. അവർക്ക് They say, ഓടിപ്പോകണം. we don't want to hear that voice. ദൈവത്തെ കേൾക്കാൻ ഞങ്ങൾ മനസ്സില്ല. Moses says, do not fear. മോശെ പറയുന്നു, ഭയപ്പെടേണ്ട. For God has come to test you, that the fear of him may be before you, that you may not sin. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്ങനെയുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് മാത്രമേ ദൈവം വന്നിരിക്കുന്നത്. In the same word Moses says, അതേ കാര്യം മോശെ പറയുന്നു, do not fear, നീ ഭയപ്പെടേണ്ട, but the fear of God must be in you. എന്നാൽ ദൈവഭയം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. And God has come to impress upon you. ദൈവം നിനക്ക് ബോധ്യപ്പെടുത്താനായി You വന്നിരിക്കുന്നു. must have the fear of God. നിനക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. For one reason, ഒരു കാരണത്തിനായി, you should not sin. നീ പാപം ചെയ്യാതിരിപ്പാൻ. You know what it means? എന്താണ് അതിന്റെ അർത്ഥം അറിയുമോ? If you have a sentimental view of God, ദൈവത്തെക്കുറിച്ച് ഒരു ശരിയായ ബോധ്യം നിങ്ങൾക്കില്ല if you എങ്കിൽ, think God is always good, ദൈവം പൂർണ്ണമായി ബോധ്യപ്പെടുത്തി തരും. then when you have a feeling that God will not bother about your problems, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ദൈവത്തിന് ചിന്തയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, when you see next time he will embrace you, don't worry about that, I have forgiven all that. ഇല്ലില്ല, നിനക്ക് ഇതെല്ലാം സാരമില്ല, എല്ലാം നിനക്ക് ഞാൻ ക്ഷമിച്ചു തരുമെന്ന് പറയുന്ന മനോഭാവം ഉണ്ടെന്ന് വിചാരിക്കും. Possibility is you will sin. അതിനുള്ള സാധ്യത എന്തെന്നാൽ നാം പാപത്തിൽ അകപ്പെടും. God says, I have come there. Moses says, he has come in our midst. ദൈവം നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു മോശ ജനത്തോട് പറയുമ്പോൾ, to test you. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്. What is that to test? എന്ത് പരീക്ഷിക്കേണ്ടതിന്? God knows what is in our heart. നമ്മുടെ ഹൃദയത്തിൽ എന്ത് ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. But we must know. എന്നാൽ നാം അറിയണം. We must know what is in our heart. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് നാം അറിയണം. How do we know? നാം എങ്ങനെ അറിയും? With the presence of God. ദൈവ സാന്നിധ്യം കൊണ്ട്. How do you react? എങ്ങനെ നാം പ്രതികരിക്കും? If God comes and stands in front of you, ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുവെങ്കിൽ, just like he came on the Mount Sinai, സിനായി മലയിൽ നിന്ന് ദൈവം കടന്നു വന്നതുപോലെ, just he came like on the island of Patmos, പത്മോസ് ദ്വീപിൽ ദൈവം വന്നതുപോലെ, will you run or go to him? നിങ്ങൾ ഓടിക്കളയുമോ അതോ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമോ? The same scene. അതേ സംഗതി തന്നെ. It says the people drew back, ആളുകൾ മടങ്ങിപ്പോയി, Moses went in. മോശെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. The same scene. അതേ കടലിലേക്ക്. But what a difference. എന്ത് വ്യത്യാസമാണ്. This is what God is going to reveal to you. ഇതാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാനിരിക്കുന്നത്. And he says, if I come in a jet and say hi and then go, you will also say hi and then go. ഒരു തെറ്റ് വിമാനത്തിൽ വന്നുകൊണ്ട് ഹൈ പറഞ്ഞു പോകുമെങ്കിൽ നമുക്കും സന്തോഷമുണ്ട്, നാം ഹൈ പറഞ്ഞേക്കാം. When he came on the Mount Sinai, എന്നാൽ സീനായി പർവ്വതത്തിലേക്ക് വന്ന്, it was trembling.
അവർ വിറയ്ക്കാൻ തുടങ്ങി. People could not accept. ആളുകൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. They don't want to hear God. ദൈവത്തെ കേൾക്കാൻ അവർക്ക് മനസ്സില്ല. They want to hear only Moses. മോശയെ മാത്രം കേട്ടാൽ മതി. This is what is happening in the church. ഇതാണ് സഭകളിലും ഇന്ന് സംഭവിക്കുന്നത്. So there is a difference between being afraid of God and having the fear of God. അതുകൊണ്ട് ഭീരുവായി ദൈവസന്നിധിയിൽ കാണപ്പെടുന്നതും ദൈവത്തെ ഭയപ്പെടുന്നതിനും ഭയഭക്തി പാലിക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. Fear of God means, oh yes, come, I have to run away. ദൈവഭയം എന്ന് പറഞ്ഞാൽ ഭീരുവായി ഓടിക്കളയുക എന്നല്ല. But the fear, God fear, that is the holy fear, the reverence will draw you near to. ദൈവഭയം, ദൈവത്തോടുള്ള ആദരവ് ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. Moses was talking to the people of Israel in the book of Deuteronomy. ആവർത്തന പുസ്തകത്തിൽ When he was recollecting the incidences. ഈ സംഭവങ്ങളൊക്കെയും ഓർത്തുകൊണ്ട് ഇസ്രായേൽ മക്കളോട് ആവർത്തന പുസ്തകത്തിൽ മോശ സംസാരിക്കുമ്പോൾ Deuteronomy 5th chapter says. ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു. Moses is telling the people of Israel. ഇസ്രായേൽ മക്കളോട് മോശ പറയുകയാണ്. In the chapter 5 verse 18. 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ. Sorry, not verse 18. Verse 23. 23-ാമത്തെ വാക്യം. ആവർത്തനം 5:23. And as soon as you heard the voice out of the midst of darkness while the mountain was burning with fire, you came near to me, all the heads of your tribes and your elders, and you said, behold, the Lord our God has shown us his glory and greatness, and we have heard his voice out of the midst of the fire. This day we have seen God speak with me, man, and men still live. Now therefore why should we die? For this great fire will consume us. If we hear the voice of the Lord our God anymore, we shall die. 23-ാം വാക്യം തുടങ്ങി. എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കയിൽ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങളുടെ സകല ഗോത്രത്തലവന്മാരും മൂപ്പന്മാരുമായി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു. When Moses heard that, മോശ അത് പറഞ്ഞപ്പോൾ he went and complained to God. അവൻ പോയി ദൈവത്തോട് അവന്റെ പരാതി പറഞ്ഞു. See, you manifested. ദൈവമേ അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. They are scared. അവർ ഭയപ്പെട്ടു. They don't want to hear you again. വീണ്ടും ദൈവത്തെ കേൾക്കാൻ അവർക്ക് മനസ്സില്ല. And you know what God said? എന്താണ് ദൈവം പറഞ്ഞറിയുമോ? In the 28th verse, 28-ാമത്തെ വാക്യം. I have heard the words of the people which they have spoken to you. They are right in all that they have spoken. നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ടു എന്നോട് കൽപ്പിച്ചത്. ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. God says, yes, Moses, what the people said was right. They said the right thing. ദൈവം പറയുന്ന ഇപ്രകാരമാണ്, മോശേ ആ മനുഷ്യർ പറയുന്നത് ശരിയാണ്, അവർ സംസാരിച്ചത് ശരി തന്നെ എന്ന് പറയുന്നു. But tell them, എന്നാൽ അവരോട് പറയുക, oh that they had such a heart as this always, to fear me and to keep all my commandments, then it might go well with them and with their descendants forever. അവർ പറഞ്ഞതൊക്കെ നല്ലത്, പക്ഷേ അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെ ഒരു ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്. It is fear. Fear is good. ദൈവഭയം നല്ലതാണ്. God's fear is good. ദൈവഭയം നല്ലതാണ്. If you don't have that fear, ദൈവഭയം നമുക്കില്ലെങ്കിൽ you will have a wrong concept about God. ദൈവത്തെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാകും. You know, during the corona times, കൊറോണ കാലഘട്ടങ്ങളിൽ some of the missionaries told me, ചില മിഷണറിമാരോട് പറഞ്ഞു, see, after we opened the church, many people have not returned. സഭ പുനരാരംഭിച്ചതിന് ശേഷം ആളുകൾ പലരും മടങ്ങി വന്നിട്ടില്ല. They say that we are happy with the TV shows or the online shows. ഓൺലൈനിൽ ഉള്ള ആരാധനകളും അതിലെ പരിപാടികളും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. They have backslided in a way. അവർ ഒരു തരത്തിൽ പിന്മാറ്റത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. We don't know how to bring them back. അവരെ എങ്ങനെ മടക്കി കെട്ടിപ്പണിയാമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. You know what I told them? ഞാൻ എന്താണ് അവരോട് പറഞ്ഞറിയുമോ? If you are a pastor, നിങ്ങളൊരു പാസ്റ്ററെങ്കിൽ, if you have impressed your believer, നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ, moving out of Jesus, യേശുവിൽ നിന്ന് വിട്ട് മാറി പോകുന്നവർ, not moving out of church, സഭയിൽ നിന്ന് വിട്ടു പോകുകയല്ല, moving out of Jesus, യേശുവിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോകുന്നവർ will land them in hell. അവർ നരകത്തിൽ പോയി തന്നെ പതിക്കും. If it is engrossed in their brain, അത് അവരുടെ തലച്ചോറിൽ അത് അടിയുറഞ്ഞ് വിശ്വസിക്കുന്നുവെങ്കിൽ, and etched in their hearts, അവരുടെ ഹൃദയത്തിൽ അത് തറച്ചിരിക്കുന്നുവെങ്കിൽ, nobody will backslide. ആരും തന്നെ പിൻവാങ്ങുകയില്ല. They say whether we get this thing or not, whether our pastor preaches correctly or not, whether the music is good or not, that's not a problem. The moment he knows I get out of God,
I land in hell. ഈ സംഗതി കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, പാസ്റ്റർ നല്ലത് പ്രസംഗിച്ചില്ലെങ്കിലും ശരി, ആരാധന നന്നായാലും ഇല്ലെങ്കിലും ശരി, സഭാവിശ്വാസികൾ കൊള്ളാമെങ്കിൽ കൊള്ളില്ലെങ്കിലും ശരി തന്നെ, എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല എങ്കിൽ നാം നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുകയില്ല. Because most of us believers also have a wrong concept of God. വിശ്വാസികളായിരിക്കും നമ്മിലും അനേകർക്ക് തെറ്റായ ധാരണകൾ നാം വെച്ചു പുലർത്തുന്നു. We think God is love. You agree? You agree God is love? ദൈവം സ്നേഹം തന്നെ എന്ന് നാം ഏറ്റുപറയുന്നുവോ? Bible doesn't say that. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. We think God is love all the time God is love. ദൈവം എല്ലായ്പ്പോഴും സ്നേഹം തന്നെ എന്ന് മനസ്സിലാക്കുന്നു. Bible doesn't say that. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. The Bible says God is a consuming fire. വേദപുസ്തകം പറയുന്നു അവൻ ഹോമിക്കുന്ന അവൻ അഗ്നിയാകുന്നു. God is a God of love. ദൈവം സ്നേഹത്തിന്റെ ദൈവമാകുന്നു. The same Jesus who talked about love and loved people and was willing to lay down his life for the people, the same Jesus talked about hell more than anybody else. മറ്റേതൊരു സംഗതിയെക്കാളും സ്നേഹിക്കുന്ന ദൈവം, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ച ദൈവം, ത്യാഗിയായി എത്തുന്ന ദൈവം, കർത്താവ് നരകത്തെക്കുറിച്ച് ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. So when you think about God, അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ you should not have a wrong concept. തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാകരുത്. This is because you see only one dimension of God's character. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു തലം മാത്രം നാം കാണുന്നത് കൊണ്ടാകുന്നു സംഭവിക്കുന്നത്. He is good. ദൈവം നല്ലവൻ തന്നെ. But he can be angry. ദൈവത്തിന് കോപിക്കുവാൻ കഴിയും. He can save you. ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയും. He can punish you. ദൈവം നിങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിയും. He can give you life. ദൈവം നിങ്ങൾക്ക് ജീവൻ പകരാൻ കഴിയും. He can kill you. ദൈവത്തിന് നിങ്ങളെ കൊല്ലുവാൻ കഴിയും. All these things put together is God. ഈ സംഗതികളെല്ലാം കൂടെ സമ്മിശ്രമായി തീരുമ്പോൾ ദൈവമായി തീരുന്നു. When God reveals like that, ദൈവം അത്തരത്തിൽ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ what will you think? This is not the God I thought. നാം എന്ത് ചിന്തിക്കും? ഇത്തരത്തിലുള്ള ദൈവത്തെക്കുറിച്ചല്ലല്ലോ ഞാൻ ചിന്തിക്കുന്നത്. I tell you one example. ഞാനൊരു ഉദാഹരണം പറയട്ടെ. In the book of Mark's Gospel, മർക്കോസിന്റെ സുവിശേഷത്തിൽ chapter 10, 10-ാം അധ്യായത്തിൽ a young man comes to Jesus. ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വരുന്നു. He is a rich man. അവൻ ധനികനായ He മനുഷ്യൻ. falls down at Jesus' feet അവൻ യേശുവിന്റെ പാദത്തിൽ and എത്തിച്ചേരുന്നു. asked a very decent question. വളരെ മാന്യമായ ഒരു ചോദ്യം ചോദിക്കുന്നു. Good Lord. നല്ല ഗുരുവേ, Jesus said, stop. യേശു പറഞ്ഞു നിർത്ത്. Who told I am good? ഞാൻ നല്ലവനെന്ന് ആര് പറഞ്ഞു? Only God is good. ദൈവം മാത്രമാണ് നല്ലവൻ. And he thought he will ask question. അവൻ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചു. No. He didn't ask any question. പിന്നെ ചോദ്യങ്ങൾ He ചോദിച്ചില്ല. said, okay, it's all right. What should I do to inherit it? ഉടനെ ശരി എല്ലാം പോട്ടെ, നിത്യരാജ്യം പ്രാപിക്കാണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? And you read that verse. ആ വാക്യം വായിച്ചാൽ It said Jesus saw him യേശു അവനെ നോക്കി and loved him. അവനെ സ്നേഹിച്ചു. I was surprised എനിക്ക് അതിശയം തോന്നി. because nowhere else in the Bible it is written Jesus loves rich people. ധനികരായ വ്യക്തികളെ സ്നേഹിക്കുന്നതായി വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തും യേശു സ്നേഹിക്കുന്നതായി പറഞ്ഞിട്ടില്ല. Whenever he sees rich people, ധനികരായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ the ഉണ്ടാകും. day the people of Israel, ഇസ്രായേൽ മക്കൾ ഒക്കെയും തന്നെ when they saw the real glory of God, ദൈവത്തിന്റെ യഥാർത്ഥ മഹത്വം കണ്ടപ്പോൾ they wanted to run away. അവർക്ക് ഓടിപ്പോകാൻ They മനസ്സായി. don't want to hear his voice. ദൈവശബ്ദം കേൾക്കാൻ മനസ്സില്ല. What happened? എന്ത് സംഭവിച്ചു? They continued in their sin. അവരുടെ പാപത്തിൽ അവർ തുറന്നുകൊണ്ടേയിരുന്നു. 10 lakhs of people came out of Egypt. 10 ലക്ഷം ജനങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് വന്നു. 2 only entered the land of God. എന്നാൽ കനാൻ ദേശത്തേക്ക് 2 ആളുകൾ മാത്രമേ പ്രവേശിച്ചുള്ളൂ. Why? എന്തുകൊണ്ട്? All the way they were murmuring. എല്ലാ ആളുകളും വഴിമധ്യേ പിറുപിറുത്തുകൊണ്ടിരുന്നു. Every sin under the sun they have to be. അവർ സൂര്യന് കീഴെയുള്ള എല്ലാ പാപങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. You know why? എന്തുകൊണ്ടെന്നറിയുമോ? We don't want to see that Lord. ഞങ്ങൾക്ക് ആ കർത്താവിനെ We don't want to hear that voice. ഞങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ If മനസ്സില്ല. he does miracles, fine. അത്ഭുതങ്ങൾ ചെയ്യുന്നെങ്കിൽ കൊള്ളാം. As long as it benefits us, fine. ഞങ്ങൾക്ക് പ്രയോജനമുള്ള കാലമൊക്കെയും അത് മതിയാകും. But we don't want to hear his voice. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. The problem about the church is സഭയുടെ പ്രശ്നം ഇന്നാളുകളിലും they അതുതന്നെ. want all the benefits from God which benefits them. നമുക്ക് പ്രയോജനമുള്ള എല്ലാ പ്രയോജനങ്ങളും ദൈവത്തിൽ പ്രാപിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. Otherwise they don't want to hear the word of God. എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ മനസ്സില്ല. What is healthy fear of God? എന്താണ് ദൈവഭയം എന്നതിന്റെ ആരോഗ്യപരമായ ലക്ഷണം? Jesus says, the book of Isaiah says, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, I look upon him who trembles at my word. എന്റെ വചനം കേട്ട് വിറയ്ക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. What is trembling at the word? എന്താണ് വചനം കണ്ട് വിറയ്ക്കുന്നവൻ? When you hear messages, when you read, സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, when you read the word of God, do you tremble? ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നാം വിറയ്ക്കുന്നവരോ? No, it has to put jitteriness in our ഇല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ഞെട്ടലും ഒരു വിറയലും അത് ഉണ്ടാക്കണം. When will it do it? അതെങ്ങനെ സംഭവിക്കും? When will the word of God make us tremble? എങ്ങനെ ദൈവത്തിന്റെ വചനം എങ്ങനെ നമുക്ക് വിറയൽ കൊണ്ടുവരും? When you think
if I obey this, I am not going to get any benefits. ഞാനിത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കൊരു പ്രയോജനം വരാൻ പോകുന്നില്ല എന്ന് നാം തീരുമാനിക്കുന്ന വേളയിൽ Then I ignore it. അപ്പോൾ അതിനെ വിട്ടുകളയണം. But if that word comes again and again, എന്നാൽ ദൈവഭയം ആവർത്തിച്ച് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ you start trembling. നാം വിറയൽ തുടങ്ങുന്നു. You want to avoid that word. ആ വചനത്തെ തള്ളിക്കളയാൻ ആഗ്രഹിക്കും. You know, Jesus has said, I have to obey that. ഞാൻ യേശു പറഞ്ഞല്ലോ, ഞാനത് അനുസരിക്കുന്നില്ലെങ്കിൽ. But not now. എന്നാൽ ഇപ്പോൾ അല്ല. When things are favorable, എനിക്ക് അനുകൂലമായ സാഹചര്യം വരട്ടെ, when conditions suit me, എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ then I will obey. അപ്പോൾ ഞാൻ അനുസരിച്ചു കൊള്ളാം. You know, you disobey God, ദൈവത്തെ നാം അനുസരണക്കേട് or കാണിക്കുമ്പോൾ, postponing obeying God, അങ്ങനെ ദൈവത്തിന്റെ അനുസരണക്കേട് നാം നീട്ടി കൊണ്ടുപോകുമ്പോൾ, do not care about the word of God if it is not beneficial to you. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന്റെ വചനം പ്രയോജനമല്ല എന്ന് തോന്നുന്ന വേളയിൽ, Do not do it when you know if you do it you will get into problem. നാം പ്രശ്നത്തിലേക്ക് അകപ്പെടും എന്ന് നാം തോന്നുന്നുവെങ്കിൽ അത് ചെയ്യാതിരിക്കുന്ന വേളയുണ്ടാകുമ്പോൾ, These are the things when we see at the word of God and people tremble, so they don't want to hear. They just like people of Israel said, don't talk this to me. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ എന്നോടൊന്നും സംസാരിക്കരുത്, എനിക്ക് There വേണ്ട. are so many good ways to talk to me. എന്നോട് നല്ല കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുമല്ലോ, ഈ ചരിയിലേക്ക് പോകാൻ എനിക്ക് മനസ്സിലായത് പറഞ്ഞ് ആളുകൾ വാങ്ങിപ്പോകുന്നു. You could have sounded from heaven a melodious voice like an angel. ഒരു ദൂതനെ പോലെ മനോഹരമായ ഒരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് എനിക്ക് I കേൾപ്പിക്കാമായിരുന്നല്ലോ. open my mouth and enjoy it. ഞാൻ എൻ്റെ വായ് തുറന്ന് അതൊക്കെ ആസ്വദിക്കുമെന്നും പറയും. But don't come on the Mount Sinai എന്നാൽ സിനായി പർവ്വതത്തിലേക്ക് വരേണ്ട, trembling വിറച്ചുകൊണ്ട് and mountains filled with smoke. ആ പുക നിറഞ്ഞിരിക്കുന്ന മലയുടെ മുകളിൽ Puts a fear in my heart. എന്റെ ഹൃദയാന്തർഭാഗത്ത് ഭയം You are going ഉണ്ടാകുന്നു. to speak and I have to hear. ദൈവമേ, അങ്ങനോട് സംസാരിക്കുവാൻ ഭയം It's ഉണ്ടാകുന്നു. giving me problems. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. The fear of the Lord. ദൈവഭയം ഉണ്ടാകുമ്പോൾ, Understand, you may be a good Christian. നിങ്ങളൊരു നല്ല ക്രിസ്ത്യാനിയായിരിക്കും. I said, as you compare with the people of Israel, ഇസ്രായേൽ മക്കളുമായി നമ്മെ തന്നെ താരതമ്യപ്പെടുത്തി we നോക്കുമ്പോൾ have many things in common with them. നമുക്ക് സമമായി ധാരാളം സംഗതികളുണ്ട്. When things don't fit our schedule or our programs, നമ്മുടെ കാര്യപരിപാടിയുമായും നമ്മുടെ ആവശ്യമായി ഒത്തുചേരാതിരിക്കുമ്പോൾ we just ignore, നാം അതിനൊക്കെ അവഗണിക്കും, or we just murmur, അല്ലെങ്കിൽ നാം പിറുപിറുക്കും. especially when problems come. വിശേഷാൽ പ്രശ്നങ്ങൾ നാം നേരിടുമ്പോൾ, If you don't understand that God has brought you through that problem because He wants to maintain or shape your character, so that you can go and occupy that land. ആ ദേശം കരസ്ഥമാക്കേണ്ടതിന് വേണ്ടി നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ, നമ്മെ മിനുസപ്പെടുത്തേണ്ടതിന് വേണ്ടി പ്രശ്നങ്ങളുടെ ദൈവം നമ്മെ കടത്തിവിടും എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടാതിരിക്കുമ്പോൾ, People don't understand this problem ഈ പ്രശ്നമൊക്കെയും ആളുകൾ മനസ്സിലാക്കാതിരിക്കുന്നു. because they don't want the problem. കാരണം എന്നാൽ അവർക്ക് പ്രശ്നങ്ങൾ വേണ്ട. Because they think God cannot give the problem. ആ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയില്ല എന്ന് അവർ വിചാരിക്കുന്നു. From Egypt മിസ്രൈമിൽ നിന്ന് straight to Canaan. നേരിട്ട് കനാലിലേക്ക് പോകണം. No, God never does that. ഇല്ലല്ല, ദൈവം ഒരിക്കലും അത് ചെയ്യില്ല. He didn't do it with His son. തന്റെ പുത്രനോട് പോലും ദൈവം അത് ചെയ്തില്ല. He came all the way from heaven ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രൻ ഭൂമിയിലേക്ക് വന്നു, with a decision to live with us നമ്മോട് ജീവിക്കേണ്ടതിന് വേണ്ടി തീരുമാനവുമായി and sacrifice His life. തന്റെ ജീവിതം നമുക്ക് വേണ്ടി യാഗബലിയാക്കി. And just before He started His ministry, തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് God gives a certificate of approval. ദൈവം അതിന് ഒരു ഉത്തരവ് അവന്റെ മേൽ പതിക്കുന്നു. This is my beloved son, ഇവൻ എന്റെ പ്രിയ പുത്രൻ, in whom I am well pleased. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And after giving that, അത് നൽകിയതിനു ശേഷം God says to the Holy Spirit, take him to the wilderness to be tempted by the devil. ദൈവം പരിശുദ്ധാത്മാവോട് കൽപ്പിക്കുകയാണ്, ഇവനെ കൊണ്ടുപോകാം, മരുഭൂമിയിൽ അവൻ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി കൊണ്ടുപോകാം. If God can do that for His son, തന്റെ സ്വന്തം പുത്രന് ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, God can do that for the people of Israel. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, When He takes you through the land of some wilderness, ആ മരുഭൂ പ്രയാണത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ, because God is not just interested in you eating manna or water from the rock or enjoying miracles, or all that will be only what you call perks or allowances. അത്ഭുതങ്ങൾ നേടുക, മന്ന ഭക്ഷിക്കുക, പാറയിൽ നിന്ന് വെള്ളം കുടിക്കുക, ഇതൊക്കെ അല്ല ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. അതൊക്കെയും അതിനോട് ചേർന്ന് വരുന്നു. Main thing, you are going to occupy that land. പ്രധാനമായ സംഗതി ആ ദേശം കൈവശമാക്കുന്നു. And He wants to build your character. നിങ്ങളുടെ സ്വഭാവത്തെ കെട്ടിപ്പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. You see all the messages that are being given in the church. സഭകളിൽ നൽകപ്പെടുന്ന എല്ലാ സന്ദേശങ്ങളും നാം പരിശോധിച്ചാൽ, Most of the time it is God will give you, God will give you, God will give you. മിക്കവാറും സന്ദർഭങ്ങളിൽ അവിടെ നാം കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ദൈവം നൽകും, ദൈവം No നൽകും. talk about holiness. വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നില്ല. No talk about fear of God. ദൈവഭയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. No talk about what God wants, how God wants to shape your character. നമ്മുടെ സ്വഭാവത്തെ ദൈവം എങ്ങനെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതേയില്ല. If you don't, Jesus went to the wilderness. യേശു കർത്താവ് ആ മരുഭൂമിയിലേക്ക് പോയെങ്കിൽ 40 days. 40 ദിവസം He endured it
and he came out successful. യേശു അതൊക്കെയും സഹിച്ച് വിജയകരമായി പുറത്തേക്ക് വന്നു. 40 days. 40 ദിവസം. But the people of Israel, എന്നാൽ ഇസ്രായേൽ മക്കളോ, if they had obeyed God, ദൈവത്തെ അവർ അനുസരിച്ചിരുന്നുവെങ്കിൽ they could have gone through that for 1 year. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കനാൻ ദേശത്തേക്ക് But എത്തിച്ചേരാമായിരുന്നു. 40 years they stayed. എന്നാൽ 40 വർഷക്കാലം അവർ പ്രയാണം And ചെയ്തു. everybody except 2, the first generation, died. എന്നാൽ ആദ്യ തലമുറയിലുള്ള എല്ലാ ആളുകളും 2 പേർ ഒഴികെ എല്ലാവരും മരിച്ചുപോയി. Because even though they said we are God's people, we are enjoying all the miracles, we don't have any sickness, all that, they are afraid to hear God's voice. അവരെല്ലാവരും ദൈവജനമാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്നുവെങ്കിലും അവർ ദൈവശബ്ദം കേൾക്കുന്നതിനും ദൈവത്തെ കാണുന്നതിനും ഭയപ്പെട്ടിരുന്നു. The fear of God. ദൈവഭയം. If that is there in our heart, അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തുണ്ടെങ്കിൽ, whether we see him or we do not see him, നാം ദൈവത്തെ കണ്ടാലും ഇല്ലെങ്കിലും ശരി, that is the mark of a Christian life. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്ര. Paul writing to Philippians says, പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ, you just as you have believed me when I was with you, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചതുപോലെ believe when I am away also. ഞാൻ അകലെ ആയിരിക്കുമ്പോഴും വിശ്വസിക്കാം. That is what God wants. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That's what happened in Joseph's life. അതാണ് യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. You know, God gave a sight to a vision to Jesus, Joseph, a dream. യോസേഫിന് ദൈവം ഒരു ദർശനം നൽകി, സ്വപ്നം നൽകി. You will be a great leader. നീ ഒരു വലിയ നേതാവായി തീരും. Your brothers will bow down before you. നിന്റെ സഹോദരന്മാർ വന്ന് നിന്റെ മുന്നിൽ മുട്ടുകുത്തും. Even your father and mother will bow down before you. നിന്റെ പിതാവും മാതാവും വന്ന് നിന്റെ മുന്നിൽ മുട്ടുകുത്തും. When God gave this vision to Joseph, യോസേഫിന് ദൈവം ഈ ദർശനം നൽകിയപ്പോൾ, you know who Joseph was? യോസേഫ് ആരായിരുന്നു നിങ്ങൾക്കറിയുമോ? In the chapter 37, Joseph appears. 37 Genesis. Joseph comes for the first time. യോസേഫ് ദർശനം കാണുന്ന ആദ്യത്തെ വേളയിൽ തന്നെ, Genesis 37. 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ The first description is he takes tales to his father about his brother's activity. സഹോദരങ്ങളുടെ ആ സ്വഭാവങ്ങളും അല്ലെങ്കിൽ വർത്തമാനവും ഒക്കെയും പിതാവിനടുക്കൽ എത്തിക്കുന്ന ഒരു ബാലനായിട്ടാണ് കാണപ്പെടുന്നത്. That is his character. അതാണ് അവന്റെ സ്വഭാവം. Then when he had a coat, അവനൊരു അങ്കി ഉണ്ടായപ്പോൾ he was boasting about that. അവൻ അതിനെക്കുറിച്ച് അഹന്തയുണ്ടായി. When he had a dream, അവനൊരു സ്വപ്നം ഉണ്ടായപ്പോൾ, he had the audacity to tell my father and mother also will bow down. എന്റെ പിതാവും മാതാവും വന്ന് നമസ്കരിക്കുന്നു പറയാനുള്ള ധൈര്യം അവനുണ്ടായി. But God only promised it. എന്നാൽ ദൈവമാണ് വാഗ്ദത്തം ചെയ്തത്. You know when it was fulfilled, അത് എപ്പോഴാണ് അത് നിവൃത്തിയായെന്നറിയുമോ? he was sold in Egypt. അവന് മിസ്രയീമിൽ അവൻ വിൽക്കപ്പെട്ടു. He was thrown in a pit. അവന് കുഴിക്കുള്ളിൽ ഇടപ്പെട്ടു. Then only he was sold in Egypt. പിന്നെ അവൻ മിസ്രയീമിലേക്ക് വിൽക്കപ്പെട്ടു. He came as a servant in Potiphar's house. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു ദാസനായി എത്തിച്ചേർന്നു. And he had a problem with Potiphar's wife. പോത്തിഫറിന്റെ ഭാര്യയുമായ ഒരു He പ്രശ്നമുണ്ടായി. went to jail. അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. Stayed there for 10 years. 10 വർഷക്കാലം അവൻ കാരാഗൃഹത്തിൽ കിടന്നു. Now remember, he is in jail for 10 years. ഇപ്പോൾ ഓർക്കുവിൻ, അവൻ 10 വർഷക്കാലമായി കാരാഗൃഹത്തിലാണ്. He had no pastor, no church, nothing. അവന് പാസ്റ്ററില്ല, സഭയില്ല, ആരുമില്ല. One of the jail, his partner comes and tells Joseph, I had a dream. കാരാഗൃഹത്തിൽ അവന് ഒപ്പമുള്ള ഒരു പങ്കാളി എന്ന് പറയുകയാണ്, എനിക്കൊരു സ്വപ്നമുണ്ടായി. If I were Joseph, ഞാൻ ജോസഫ് ആയിരുന്നെങ്കിൽ I would have told, forget about it. ഞാൻ അതിനെക്കുറിച്ച് മറന്നുകളാന്ന് പറയുമായിരുന്നു. I also had a dream. എനിക്കും സ്വപ്നമുണ്ടായിരുന്നു. I thought God gave that. I thought God. ദൈവം നൽകുമെന്ന് ഞാൻ Now വിചാരിക്കുന്നു. I am in a dungeon. അതൊക്കെയാണെങ്കിലും ഞാനിതായ ഒരു കുഴിയിൽ കിടക്കുന്നു. No, these dreams are useless. ഈ സ്വപ്നങ്ങളൊക്കെയും ഫലമില്ലാത്തതാണെന്ന് പറയും. But Joseph interprets them എന്നാൽ യോസെഫ് ആ സ്വപ്നം കേട്ടു. and tells about the faithfulness of God. ദൈവത്തിന്റെ വിശ്വസ്തയെക്കുറിച്ച് അവൻ പ്രഖ്യാപിക്കാൻ തുടങ്ങി. You know what it means? അവൻ എന്താ പ്രസംഗിച്ചെന്നറിയുമോ? In all these 10 years, ഈ 10 വർഷക്കാലവും he had never forgotten God is looking at him. ദൈവം അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവൻ ഒരിക്കലും മറന്നുപോയില്ല. And Potiphar's wife tried to seduce him. പോത്തിഫറിന്റെ ഭാര്യ അവനെ അവഹേളിക്കാൻ ശ്രമിച്ചു. Who was there to see? ആര് അവനെ കാണാനുണ്ടായിരുന്നു? Who was there to instruct Joseph? അവനെ നിരുത്സാഹപ്പെടുത്താൻ ആരുണ്ട്? He is a slave in a foreign land. അവന് വിദേശ രാജ്യത്തൊരു അടിമ മാത്രം. And he was faithful to God. അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. He ran away. അവൻ ഓടിക്കളഞ്ഞു. If he had to run away because that's what he knew his God will tell. ദൈവം അവനെ പ്രസാദിക്കേണ്ടതിന് അവൻ അറിയുമായിരുന്നു. അവൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. And that means he was faithful to God. അത്രത്തോളം അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. Then he was in jail. അവൻ ജയിലായിരുന്നപ്പോൾ Then only this problem came. അപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. The person with whom the butler and the baker to whom he interpreted the dream forgot about it. ബട്ട്ലറും ബേക്കറും ഒക്കെ തന്നെ അവന് ഈ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തവരൊക്കെ ഈ കാര്യം മറന്നുപോയി. Another 2 years. അടുത്ത 2 വർഷം What he would have thought? അവൻ എന്ത് ചിന്തിച്ചു കാണും?
My dream was not fulfilled. എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടില്ല. But this baker's dream was fulfilled. എന്നാൽ ഈ ബേക്കറുടെ സ്വപ്നം സംജാതമായി. He did not, complain. അവൻ പരാതിപ്പെട്ടില്ല. But he came to Pharaoh. എന്നാൽ ഫറവോന്റെ അടുക്കൽ വന്നു. He became the prime minister. അവനോട് പ്രധാനമന്ത്രിയായി. He made first son. His first son. അവന്റെ ആദ്യപുത്രൻ named Manasseh. മനാശെ. God made me forget. ദൈവം എന്നെ മറക്കുവാൻ ആക്കി തീർത്തു. Forget what? എന്ത് മറക്കാൻ? All that the brothers did for him. എൻ്റെ സഹോദരന്മാർ ചെയ്ത എല്ലാ സംഗതികളും. If I was Joseph, ഞാൻ യോസേഫ് ആയിരുന്നെങ്കിൽ കളയാൻ കഴിയുമായിരുന്നു യേശു കടന്നു വന്ന ഗോത്രവർഗം. But 10 years in jail. എന്നാൽ 10 വർഷക്കാലം ജയിലിൽ. 7 years in Pharaoh's palace. 7 വർഷക്കാലം അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ. 2 years the famine. 2 വർഷക്കാലം അവൻ കൊടുത്ത വരൾച്ച. 19 years later. 19 വർഷക്കാലം അവൻ അങ്ങനെ പ്രയാസപ്പെട്ടു. His dream comes true. അവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് 19 years. 19 വർഷക്കാലം വേണ്ടി വന്നു. God said to Joseph, one day your brothers and father and mother will come down. നിങ്ങൾക്കറിയുമോ, ദൈവം ഒരു നാളിൽ യോസേഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരും നിന്റെ മാതാവും പിതാവും നിന്റെ മുന്നിൽ വന്ന് നിന്നെ വണങ്ങും. When God has said that, ദൈവം അത് പറഞ്ഞപ്പോൾ who can change it? ആർക്കതിനെ മാറ്റുവാൻ കഴിയും? Initially the brothers said, we will kill him. ആരംഭത്തിൽ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇവനെ കൊല്ലും. But God somehow told, don't kill him, put him in the pit. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവനെ കുഴിയിലിടുക. And when he was taken out of the pit by the merchants, അവിടുത്തെ കച്ചവടക്കാർ വന്ന് അവനെ പുറത്തെടുത്ത് അവരേക്ക് വാങ്ങുമ്പോൾ he got a job in the Potiphar's house. പോത്തിഫറിന്റെ ഭവനത്തിനോട് ഉദ്യോഗം ലഭിച്ചു. And God gave him wisdom to come up. ദൈവം അവന് ഉയർച്ചയ്ക്ക് വേണ്ടി അവന് ജ്ഞാനം കൊടുത്തു. Potiphar has so much confidence in Joseph. പോത്തിഫറിന് ആത്മവിശ്വാസം യോസേഫിൽ ധാരാളം ഉണ്ടായി. That even when the wife complained, ഭാര്യ പോലും പരാതി പറഞ്ഞപ്പോഴും they could have gone easily killed him. അവനെ വേഗത്തിൽ കൊന്നുകളയാമായിരുന്നു. But God protected. എന്നാൽ ദൈവം അവനെ സംരക്ഷിച്ചു. So he knows. അതുകൊണ്ട് അവൻ അറിയാം, God was always with him. ദൈവം എപ്പോഴും എന്നോട് കൂടെയുണ്ട്. If God has made a decision for your life, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, please understand, ദയവായി മനസ്സിലാക്കുവിൻ, nobody, ആർക്കും, not your brother, നിങ്ങളുടെ സഹോദരനല്ല, not your sister, നിങ്ങളുടെ സഹോദരിക്കല്ല, not your parents, നിങ്ങളുടെ not മാതാപിതാക്കൾക്കല്ല, your boss, നിങ്ങളുടെ ബോസിനല്ല, not any professional, ഏത് പ്രൊഫഷണലും can change that. അതിനെ മാറ്റുവാൻ കഴിയുകയില്ല. There is only one person who can change. ഒരാൾക്ക് മാത്രമേ അതിനെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. That is you. അത് നിങ്ങൾ തന്നെയാകുന്നു. If in the course of all these 19 years, ഈ 19 വർഷക്കാലത്തെ ഇടവേളയിലൊക്കെയും Joseph went out of God's will, യോസഫ് ദൈവത്തിന്റെ ഹിതത്തിന് പുറത്തു പോയിരുന്നുവെങ്കിൽ, Joseph murmured, what God? എന്ത് ദൈവം എന്ന പിറുപിറുത്തിരുന്നുവെങ്കിൽ, What dream? എന്ത് സ്വപ്നം എന്ന് I am പറഞ്ഞിരുന്നുവെങ്കിൽ, cheated ഞാൻ വഞ്ചിക്കപ്പെട്ടു, and murmured against God, ഞാൻ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുന്നു എന്ന് he പറഞ്ഞാൽ would not have reached that point. അവൻ ആ സ്ഥാനത്ത് എത്തിച്ചേരില്ലായിരുന്നു. That's what Joseph is. അതാണ് യോസഫിന്റെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. When God takes you through that, അത് ഈ വഴിയിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ, the telltale bearer, the egoist Joseph, if he was made that time the leader, he would have become like a Hitler. ആ സന്ദർഭത്തിൽ തന്നെ അവനൊരു നേതാവാക്കിയിരുന്നുവെങ്കിൽ ആ മുൻകാലത്ത് തന്നെ അവനൊരു ഹിറ്റ്ലറെ പോലെ പരിണമിക്കുമായിരുന്നു. If God has a plan for you, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. he is preparing you. ദൈവം നിങ്ങളെ ഒരുക്കുന്നു. Nobody can change that. ആർക്കും അതിനെ മാറ്റുവാൻ കഴിയുകയില്ല. But you can change. എന്നാൽ നിങ്ങൾക്ക് മാറ്റുവാൻ Never കഴിയും. murmur. നിങ്ങൾ പിറുപിറുക്കരുത്. Have the fear of God. നിങ്ങൾക്ക് ദൈവഭയം Whether ഉണ്ടാകണം. you see him or not, ദൈവത്തെ നിങ്ങൾ കണ്ടാലും God ഇല്ലെങ്കിലും is working on me. ദൈവം നിങ്ങളിൽ He പ്രവർത്തിക്കുന്നു. has a plan for my life. എന്റെ ജീവിതത്തിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. And this is what I want. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. Problems may come. പ്രശ്നങ്ങൾ വന്നേക്കാം. Obeying his word causes me more and more trouble. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ How കൊണ്ടുവന്നേക്കാം. long I will bear this? ഇതെങ്ങനെ ഞാൻ വഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. All these things will take the fear of God out of your life. ഇതെല്ലാം ഈ സംഗതികളൊക്കെയും ദൈവഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. Jesus said to his disciples, യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, do not fear them that kill your body. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. Fear him who can kill your body and soul in hell. നിങ്ങളുടെ ദേഹത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവീൻ. If there is one person you have to fear, നിങ്ങൾ ഒരാളെ ഭയപ്പെടേണ്ടത് ആവശ്യമെങ്കിൽ, it is God. അത് ദൈവമാകുന്നു. It is God. അത് ദൈവമാകുന്നു. The fear of God ദൈവഭയം will prevent you from sin. പാപത്തിൽ നിങ്ങളെ മാറ്റി നിർത്തും. This is what God wants. ഇതാണ് ദൈവത്തിന് ആവശ്യം. He is not interested whether you become a millionaire or a billionaire. നിങ്ങളൊരു മില്യനറോ ബില്യനറോ ആകുന്നതിലല്ല ദൈവത്തിന് താല്പര്യം. He wants to see the fear. എന്നാൽ ദൈവഭയം ഉണ്ടോ എന്ന് ദൈവത്തിന് കാണണം. Tremble at his word. ദൈവത്തിന്റെ വചനത്തിൽ വിറകൊള്ളണം. Don't murmur at him. നിങ്ങൾ പിറുപിറുക്കരുത്. Allow God, Lord, I am always afraid. Not because I fear you,
but because I want to come more and more. ദൈവമേ, ഞാൻ അങ്ങയെ ഒരു ഭീരു എന്നുള്ള നിലയ്ക്കല്ല അങ്ങയെ ഭയപ്പെടുന്നത്, ആ ദൈവസ്നേഹം കൊണ്ട് അങ്ങനെ അടുക്കലേക്ക് വരാൻ തക്കവണ്ണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള തീരുമാനം എടുക്കണം. Again, I want to emphasize. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, I feel there is one thing missing in our church. നമ്മുടെ സഭയിൽ ഒരു കാര്യം കുറവ് വന്നിരിക്കുന്നു. Fear of God. ദൈവഭയം ഇല്ലാതിരിക്കുന്നു. Because they take God for granted. കാരണം എന്താ? ദൈവത്തെ ഒരു സാധാരണ വസ്തു പോലെ കണക്കാക്കുന്നു. It's not the Jesus of the Gospels you are going to meet again. എന്നാൽ നിങ്ങൾ സുവിശേഷത്തിലെ യേശുവിനെ കാണാനിരിക്കുന്ന കാര്യം ഓർക്കണം. Jesus of Revelation, first chapter. വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ യേശുവിനെ നാം കാണണം. Let the fear come in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവഭയം വരട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, God.